അതങ്ങെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്ക് എന്ന് പറയാത്ത വീടുകളില്ല. അത് പിന്നീട് റീഹീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതിനും നമ്മൾ ആരും പുറകിലോട്ടല്ല. അതിനുശേഷം നമുക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം വരലും ചെറിയൊരു പനിയും ലക്ഷണമൊക്കെ കാണുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് പണി പാളിയെന്ന്. അല്ലേ? ടെമ്പറേച്ചർ ഡേഞ്ചർ സോൺ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഫുഡ് ആർട്ടിക്കിൾസിന് ടെമ്പറേച്ചർ ഡേഞ്ചർ സോൺ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഇത് 4.4 ഡിഗ്രി സെൽഷ്യസ് ടു 60 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ഈ ഫുഡ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിന്നെ അത് റീഹീറ്റ് ചെയ്ത് കഴിക്കുമ്പോഴുള്ള പ്രശ്നമാണ് ഈ 4.4 ഡിഗ്രി സെൽഷ്യസ് ടു 60 ഡിഗ്രി സെൽഷ്യസ്. അത്രയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അതെടുത്ത് യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഈ ഡേഞ്ചർ സോൺ എന്ന് പറഞ്ഞാൽ അതിൽ ഉദ്ദേശിക്കുന്നത് മൈക്രോബ്സ് വളരാൻ സാധ്യതയുള്ള ഒരു സോൺ എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ അകത്ത് മൈക്രോബ്സ് ഉണ്ടാക്കാൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. റീഹീറ്റ് ചെയ്യുമ്പോൾ ആ തണുപ്പ് ജസ്റ്റ് മാറിയതിന് ശേഷം തന്നെ നമ്മൾ അതെടുത്ത് കഴിക്കും. അതാണ് ഈ പറയുന്ന ടെമ്പറേച്ചർ ഡേഞ്ചർ സോണിലേക്ക് ഈ ഫുഡ് ആർട്ടിക്കിൾസ് പെടുകയും അതുവഴി നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത്. പകരം നന്നായിട്ട് ചൂടാക്കിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ പറയുന്ന പ്രശ്നം വരികയില്ല.